ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊത്ത് ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് ആദ്യം ഞാൻ 3 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പിലേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സവാള എടുത്തിട്ടുള്ള 2 സവാളയാണ് കേട്ടോ. സവാള ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ള, ചെറിയ തക്കാളിയാണ്. അത് 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇനി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനാദ്യം പച്ചമുളക് ചേർത്തുകൊണ്ട് കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
മസാല ഒക്കെ വെന്തതിന് ശേഷം ഞാനിത് സൈഡിലേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് കേട്ടോ. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. മുറിച്ച് വെച്ച ചപ്പാത്തി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കൊത്ത് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.